ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ മെഡിക്കൽ വിക്ടറി ഡേ സെലിബ്രേഷനിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സമ്മാനം വാങ്ങാൻ. അതിൽ നിന്നും 2 തരുണീമണികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. എന്താ മക്കളെ പേര്? നീരജ. അഫ്രിൻ. എവിടുന്നാ വരുന്നത്? കണ്ണൂർ. ഞാൻ പാലക്കാട്. ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ ഒരു സമയത്ത് സ്വപ്നം കണ്ട സമയമാണിത്. അവിടെ ഇപ്പം നിൽക്കുന്നത്. ലാസ്റ്റ് ഡേ ക്ലാസ്സിന് പോകുമ്പോൾ വിക്ടറി ഡേ ഒക്കെ കാണാൻ വെച്ചിട്ടാണ് പോകല്. അത്രയും കോൺഫിഡന്റ് ആയിരുന്നു എന്തായാലും ഇവിടെ വരുന്നുള്ളത്? ഓൾമോസ്റ്റ്. നിങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു അല്ലേ? ഒരേ ബെഞ്ചിലായിരുന്നോ? ഇടക്ക്. ആണോ? പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടൈം എത്തുമ്പോൾ അവര് ഭയങ്കര കോൺഫിഡൻസ്. സമയത്ത് മോട്ടിവേഷൻ, സ്പീക്കറിൽ ഒരു മോട്ടിവേഷൻ കേട്ട ആൾറെഡി. ഓക്കെ. അപ്പം പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റും അതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള നിങ്ങൾ എങ്ങനെയെങ്കിലും നുറുക്ക് വിദ്യയിലായിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. അതൊക്കെ എങ്ങനെയാ പോയത്? ഫിസിക്സ് ആയിരുന്നു ആദ്യം. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പിന്നെ അത് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാകും ഷോർട്ട് നോട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ. പിന്നെ ബയോളജി നന്നായി വായിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് കെമിസ്ട്രി ആയിരുന്നു പാട്. കെമിസ്ട്രി പിന്നെ ഓരോ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഓർഗാനിക് ഒക്കെ എൻ്റെ ലൈഫിനോടൊക്കെ ചേർത്തൊക്കെ ഞാൻ പഠിക്കും. ലൈഫിനോട് എങ്ങനെയായിരുന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഇനിയിപ്പോൾ 2024 നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് അവർ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗാനിക് ജീവിതത്തോട് ഇഴചേർത്തെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സർപ്രൈസ് ആണ്. അത് പിന്നെ നീറ്റ് എന്റെ പറഞ്ഞെടുത്ത് പറഞ്ഞ പുതിയ കുട്ടികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ അല്ലേ? ഓർഗാനിക്സിത്തെ ഓരോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഓരോ കോഡ് ഇട്ടിട്ട് ഇതിപ്പോ ഏതായിരുന്നു വില്യംസൺ സിന്തസിസ് ഒക്കെ RONA റോണ കരഞ്ഞു അങ്ങനെ. ഓക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ നിങ്ങൾ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുറെ ആളുകളൊക്കെ ആണെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് പല തവണ. അപ്പൊ നിങ്ങളുടെ സൗഹൃദം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളാണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു? അപ്പം അവരെയൊക്കെ വിളിച്ച് സംസാരിക്കുകയും ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് പീർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പഠിത്തത്തിൻ്റെ കേസിൽ. നമ്മൾ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തത് ബ്രില്യൻ്റ് എന്നാണ്. എൻ്റെ കൂടെ ഉള്ളത് 8 ആൾക്കാരാണ്. ഞാനടക്കം 8 ആൾക്കാരായിരുന്നു. 8 ആൾക്കാരും ഒരേ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ നല്ല കമ്പനിയായി. പിന്നെ ഈ പ്രാവശ്യം 8 ആൾക്കും നല്ല സ്കോറുണ്ട്. നമ്മളൊരേ ലെവലിൽ തന്നെ ഉണ്ട്. എല്ലാവരും കയറി നല്ല സപ്പോർട്ടീവാണ്. ഇപ്പം ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ മുഖം കണ്ട് മനസ്സിലാക്കുന്ന ഫ്രണ്ട്സിനെ കിട്ടി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ബ്രില്യൻ്റ് കോമ്പറ്റീഷൻ അങ്ങനെ കേട്ട് ഞാൻ വന്നതാണ് പേടിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പം ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറയാണെങ്കിൽ ക്ലാസ് മുഴുവൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ മറ്റ് പല ആക്ടിവിറ്റീസിലും അതായത് മറ്റ് പല സെലിബ്രേഷൻസിലും ഒക്കെ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു അതായത് നിങ്ങൾക്ക് പഠിക്കുന്നതിനിടയിൽ ആ സ്ട്രെസ് ഒന്ന് മാറ്റി വെക്കുന്നതിനും മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആവുന്നതിനും ഒക്കെ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ സമയത്തൊക്കെ ഒരു സമയത്ത് നമ്മൾ സ്ട്രെസ്ഡായി വരുന്ന സമയമാണത്. അത് കറക്റ്റ് ആ സമയത്ത് നമുക്ക് നല്ലൊരു പ്രോഗ്രാം തന്ന് അത് നല്ല റിലാക്സേഷൻ ആണ്. ഡാൻസും പാട്ടൊക്കെ ആയി ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്രയും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ ബ്രില്യൻറ്റിൽ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം കോമ്പറ്റീഷൻ എക്സാം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ഭയങ്കര ഹാപ്പിയായി. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രില്യൻറ്റ് തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ. അപ്പോൾ ഇനി എന്താണ് പരിപാടി? അതായത് റിസൾട്ട് വന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ അഡ്മിഷനും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു ഡ്രീം ക്യാമ്പസ് സ്വപ്നം കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനി നിങ്ങൾ ആ ഒരു ഗ്യാങ് എല്ലാവരും ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണോ അതോ എങ്ങനെയാണ് അതിൻ്റെ അലോട്ട്മെന്റ് പോലെ ഇരിക്കും? അറിയില്ല. അത് റിസൾട്ട് എവിടെയെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ്? ഇല്ല, നല്ലൊരു കോളേജ് കിട്ടിയാൽ മതി മാത്രമേ. കേരളത്തിലെ ഏതെങ്കിലും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് കിട്ടണമെന്നുള്ളൂ. ഇവിടെ എനിക്ക് തൃശ്ശൂരാണ് ആഗ്രഹം. കിട്ടിയ തൃശ്ശൂരാണോ വീട്? തൃശ്ശൂരില്ല, വീട്ടിൽ നിന്ന് അടുത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡേ സ്കോളേഴ്സിനെ പ്രിഫർ ചെയ്യണം. അപ്പോൾ എനിക്ക് പോയി വരാനാണെങ്കിലും കുറച്ചും കൂടി സൗകര്യം തൃശ്ശൂരാണ്. സോ തൃശ്ശൂർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ. അപ്പോൾ ഇനിയുള്ള ആ ഒരു ഭാവി ജീവിതത്തിലും ഈ ഒരു സൗഹൃദവും ബാക്കി കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. ഒപ്പം പഠനവും കൃത്യമായി തന്നെ നിങ്ങൾ കൊണ്ടുപോകുമെന്നറിയാം. അപ്പം ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും ഭാവി ജീവിതത്തിലെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പരീക്ഷകളിലും ഇതുപോലെ തന്നെ സക്സസ് ആയി തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻ ഫാമിലി ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.